ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് OTTയിൽ ഒരു കിഡിലൻ മൂവി ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ട് താഴെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിനിമയുടെ പേര് ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നാണ്. ഈ സിനിമ മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ നവംബർ 21 റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ 4 വ്യത്യസ്ത കഥകളാണ്. ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് റഷീദ് അഹമ്മദ്, ജംഷീർ മുഹമ്മദ്, നടരാജൻ പട്ടാമ്പി എന്നിവർ ചേർന്ന് കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള 4 വ്യത്യസ്ത സ്റ്റോറികളാണ്. അപ്പോൾ ഓരോ സ്റ്റോറികളും ഞാൻ 1 by 1 ആയിട്ട് പറയാൻ പോവാണ്. ഇതിൽ 3 കഥകൾ ഭയങ്കര ഇമോഷണലാണ്. ഒന്ന് മാത്രം കുറച്ച് കോമഡിയും ഒക്കെ കൂടിയ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറിയാണ്. ബാക്കി 3 ഭയങ്കര, ഒന്ന് വളരെ ഇമോഷണലാണ്, ബാക്കി 2ഉം ഇമോഷണൽ തന്നെയാണ്. 2ഉം 3ഉം 4ഉം വ്യത്യസ്ത രീതിയിൽ എടുത്തുക്കുന്ന നല്ല മൂവികൾ തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റോറിൻ്റെ പേര് കളവ് എന്നാണ്. മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് പണം എടുത്ത് ബസ്സിൽ വരുന്ന വഴിക്ക് അത് മോഷ്ടിക്കപ്പെടുന്നു. ബസ്സിൽ തൻ്റെ തൊട്ട് പിറകിലുണ്ടായിരുന്ന ഒരാൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും അയാളുടെ പിന്നാലെ ഈ അച്ഛൻ ഇറങ്ങിയിട്ട് നടക്കലും അവനോട് തൻ്റെ പണം തിരികെ ചോദിക്കലും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യങ്ങളുമാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് കള്ളനാണോ അല്ലയോ എന്നുള്ളത് കഥ കണ്ടാലേ അറിയുള്ളൂ. എന്തായാലും വളരെ ഭംഗിയോടെ, വളരെ നല്ല രീതിയിൽ ആ കള്ളനായിട്ടാണെങ്കിലും അല്ലെങ്കിലും അഭിനയിച്ച ആ ഒരു വ്യക്തിയും ആ അച്ഛനും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ ചെറിയ കുഞ്ഞ് ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ കുറച്ചേ ഉള്ളത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു പാട്ടുണ്ട്, നല്ല രസമുള്ളൊരു പാട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ മേക്കിങ്ങും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഷൊർണൂർ പട്ടാമ്പി ഏരിയയിലാണ് ആ കഥ നടക്കുന്നത്. മകളുടെ കല്യാണത്തിന് ആവശ്യമുള്ള പണം നഷ്ടപ്പെട്ട അച്ഛൻ്റെ ഒരു അവസ്ഥ ഒക്കെ ഭയങ്കര ഇമോഷണൽ രംഗങ്ങളാണ്. അത് ഭയങ്കര ഒരു കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം വരും. പിന്നെ മറ്റാളുടെ പിറകെ നടക്കുന്നതിലും അദ്ദേഹം തന്നെ ആണോ കളവ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം നമുക്ക് തന്നെ തോന്നും എന്താണ് അതിൻ്റെ ക്ലൈമാക്സ് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ഷോർട്ട് ഫിലിമാണ് ഇത്. രണ്ടാമത്തെ സ്റ്റോറിൻ്റെ പേര് പാമ്പും കയറും എന്നാണ്. ഇതിൽ നിയാസ് ബക്കറാണ് ഇതിൽ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റോറി എന്താണെന്ന് നിയാസ് ബക്കറിൻ്റെ വായന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. എന്താണ് അതിൻ്റെ സ്റ്റോറി എന്നുള്ളത് അത് നമ്മളൊരു കുറച്ചൊന്ന് ലാഗ് അടിപ്പിക്കുന്ന മാതിരി ഇങ്ങനെ കൊണ്ടുപോകും. ലാഗൊന്നല്ല, പക്ഷെ അതൊരു നർമ്മരമുള്ള നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. തൻ്റെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുള്ള ഒരു രഹസ്യം എന്നുവെച്ചാൽ ഒരു സെക്സ് സ്റ്റോറിയാണ്. അത് പ്രായമുള്ള 2 സ്ഥിരം കള്ളുടിയന്മാരായ ഫ്രണ്ട്സിനോട് അവതരിപ്പിക്കലും അതിൻ്റെ മറുപടിയും ഒക്കെ കൂടിയാണ് ഇതിൽ നല്ല രസമായിട്ട്, സത്യം പറഞ്ഞാൽ വളരെ നല്ല അടിപൊളിയായിട്ട് ആ ഭാര്യയും നിയാസ് ബക്കറും അതുപോലെ തന്നെ ആ 2 കള്ളുടിയന്മാരായ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എന്താ പറയുക മകളായിട്ടുള്ള അഭിനയിച്ചുള്ള ആ കുട്ടിയും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കഥാപാത്രമുണ്ട്, അതും അടിപൊളിയായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ രസമായിട്ട് അവരൊക്കെ ആ കഥ പറയുമ്പോഴുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണണം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോമിക് സ്റ്റൈലിലാണ് കൊണ്ടുവന്നെങ്കിലും ആ ഭാര്യനോടുള്ള സ്നേഹവും അതിൻ്റെ ഇതൊക്കെ വളരെ നന്നായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ഷോർട്ട് സ്റ്റോറീൻ്റെ പേര് പാമ്പും കയറും എന്നിട്ടതിൽ എനിക്ക് അത്ര യോജിപ്പില്ല. എനിക്കൊരു തോന്നിയൊരു പേര് പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ള പേരാണ് കുറച്ചും കൂടി യോജിപ്പ്. എന്തായാലും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കഥ മൂന്നാമത്തെ ഞാൻ പറയാൻ പോവാണ്. മൂന്നാമത്തെ സ്റ്റോറിൻ്റെ പേര് വേൽ എന്നാണ്. ഇതൊരു അതിഥി തൊഴിലാളിയായ തമിഴ് വംശജൻ്റെ അവരെ പ്രശ്നങ്ങളും അവരെ കാര്യങ്ങളൊക്കെ കൂടി അടങ്ങിയ ഒരു തമിഴ് സ്റ്റോറിയാണ്.
തമിഴ് മലയാളി കേരളത്തിലാണ് നടക്കുന്നത്, മലയാളിയും കൂടി മിക്സ്ഡ് ആണ്. പക്ഷെ ആ തമിഴൻ്റെ കഥയാണ് അത്. വളരെ ചെറിയ സ്റ്റോറിയാണ്, അത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ ഇമോഷണലായ കുറേ രംഗങ്ങളുണ്ട്. ഈ തമിഴ് ഒരു ദിവസം ഒരു മലയാളി സൈക്കോ ആയ ഒരാളെ വീട്ടിൽ പണിക്ക് പോകലും അവിടെ ഉണ്ടാകുന്ന ചില വികാരമായ സംഗതികളൊക്കെയാണ് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഥ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നന്നായിട്ടുണ്ട്. ചെറിയ സ്റ്റോറിയാണ്, പക്ഷെ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് എനിക്ക് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. 4ാമത്തെ സ്റ്റോറിൻ്റെ പേര് റൂഹ് എന്നാണ്. ഇത് വളരെ നന്നായിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഭാര്യനെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഭർത്താവ് എന്ന് വെച്ചാൽ ഇവർ രണ്ടാളും ലവ് മാരേജ് ആയിരുന്നു. എന്ന് വെച്ചാൽ ലവ് മാരേജ് ആകുമ്പോൾ ഈ രണ്ട് വീട്ടുകളിലും തമ്മിലുള്ള കുറ്റപ്പെടുത്തലുകളും സാമ്പത്തികപരമായ അവരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, വളരെ പാവപ്പെട്ടൊരു ഫാമിലിയിലുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ആക്സിഡൻറ്റ് വരും, അതിനോടനുബന്ധിച്ച ദുരിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ ഭയങ്കര ഇമോഷണലുമാണ്. വളരെ നന്നായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ആൾക്കാരെ മനസ്സിൻ്റെ വലിപ്പങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണകൾക്കൊക്കെ ചെറിയ ഒരു ഇത് മതി എന്നുള്ളൊരു വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, നിങ്ങൾ കാണണമല്ലോ. വളരെ നന്നായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ സ്റ്റോറി മൊത്തം 4 സ്റ്റോറിയും ഒന്നിനൊന്നും മികച്ചതാണെന്ന് തന്നെ പറയാം. ഒന്നിനോട് മോശമൊന്നും പറയാൻ പറ്റില്ല. എല്ലാം വളരെ നന്നായിട്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളും നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ മേക്കിങ്ങും എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം, അതിൻ്റെ ലൊക്കേഷനും ഒക്കെ വളരെ നല്ലതായിട്ട്, വളരെ ശ്രദ്ധിച്ച് വളരെ ഭംഗിയോടെ എടുത്തുക്കുന്ന സ്റ്റോറികളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം. ഇത് മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ലഭ്യമാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.